പ്രിയപ്പെട്ടവരെ, പ്രിയ സ്നേഹിതൻ ലൂയിസ് പീറ്ററിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കുക. എൻ്റെ ജീവിതത്തിൽ സാഹോദര്യത്തിന് പുതിയ ഒരർത്ഥം പകർന്ന സ്നേഹിതനാണ് ലൂയിസ് പീറ്റർ. നിങ്ങൾ അദ്ദേഹത്തെ കവിയായി അറിയുന്നതിന് മുൻപ് അദ്ദേഹത്തെ തിരിച്ചറിയാനും എൻ്റെ കുടുംബത്തിലൊരംഗമാക്കി അദ്ദേഹത്തെ സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2006 തോന്നുന്നു ലൂയിസിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ ലൂയിസ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു ധ്യാനാവസരത്തിൽ കോട്ടയത്ത് കാരിസ് ഭവനിൽ വെച്ച് അദ്ദേഹം ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഇടവേള സമയത്ത് വന്ന് കാണാറുണ്ട്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ലൂയിസ് എന്നെ കാണാൻ വന്നു. ലൂയിസ് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തു പോയ എല്ലാ കുറവുകളും എന്നോട് ഏറ്റുപറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപജയമുണ്ടായ എല്ലാ സാഹചര്യങ്ങളും, ജീവിതാരംഭം മുതൽ അദ്ദേഹം അനുഭവിച്ച ക്ലേശങ്ങളും വേദനകളും നടന്ന തെറ്റായ വഴികളും എല്ലാം അദ്ദേഹം തുറന്നു പറയും. വളരെ സങ്കടത്തോടെ മണിക്കൂറുകൾ എന്നോടൊപ്പം ഇരുന്ന് കരയുന്നു. അദ്ദേഹം നക്സൽവാദികളോട് ഒന്നിച്ചു പോയത്, ജോലി നഷ്ടപ്പെട്ടത്, പെങ്ങളെ നഷ്ടപ്പെട്ടത്, ഒടുവിൽ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടത്, നിരുത്തരവാദപരമായ ജീവിതം, എല്ലാം ഒരു മറയുമില്ലാതെ അദ്ദേഹം പറയാം. സാധാരണ ഈ ധ്യാനവേളകളിലൊക്കെ ആളുകൾ അവരുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുമ്പോൾ ഇപ്രകാരം സംസാരിക്കാറുണ്ട്. ആ ഒരു നിലയ്ക്കാണ് കേട്ടതെങ്കിലും ലൂയിസിനെ മറക്കാൻ പറ്റിയില്ല. ഹൃദയം നുറുങ്ങുന്ന വാക്കുകളായിരുന്നു ലൂയിസിൻ്റേത്. ആ സമയത്ത് അദ്ദേഹം തൃശ്ശൂർ നഗരത്തിൽ അപ്പം ചുട്ട് ജീവിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അപ്പം ചുടും, പകലത് അരയ്ക്കാനുള്ള പ്രവൃത്തികളിലൊക്കെ ആയിട്ട് മുഴുകും, നിസ്സാര സമയം ഉറങ്ങും. ഇതെല്ലാം ചെയ്യുന്നത് മദ്യപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. അടുത്ത ഒരു ധ്യാനത്തിനിടയ്ക്ക് ലൂയിസ് എന്നെ വിളിക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിളിക്കണം. അദ്ദേഹം എന്നെ വിളിക്കുന്നു. സ്വന്തമായി അന്ന് ഫോണൊന്നുമില്ല ലൂയിസിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ഒരു ധ്യാനം പുത്തൻവേലിക്കരയിൽ അസീസി ധ്യാന കേന്ദ്രത്തിൽ നടക്കാം. ഞാൻ ലൂയിസിനോട് പറഞ്ഞു, ലൂയിസ് എന്നോടൊപ്പം പോരും. ലൂയിസ് വന്നു. ലൂയിസിൻ്റെ കയ്യിൽ ഉടുതുണിക്ക് മറുതുണിയായി ഒന്നുമില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് നിറവുള്ള മനുഷ്യനാണ് ലൂയിസ്. ഞാൻ അദ്ദേഹത്തെയും കൂട്ടി പുത്തൻവേലിക്കരയിൽ ധ്യാനിപ്പിക്കാൻ പോയി. എൻ്റെ ടീമിലൊരാളായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുറവുകൾ എനിക്കറിയാം, പരിമിതികൾ എനിക്കറിയാം. നല്ലവനായിരുന്നില്ല ലൂയിസ്, കാപട്യമില്ലാത്തവനായിരുന്നു. ലൂയിസ് ചിരിച്ചത് ഒരിക്കലും ഉള്ളിലൊരു തിന്മ വെച്ചുകൊണ്ടല്ല, പച്ചയായ മനുഷ്യൻ. ധ്യാനാവസരത്തിൽ എനിക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ഒരാൾ വേണം. ഞാൻ ലൂയിസിനോട് പറഞ്ഞു, ലൂയിസ് ഒന്ന് വായിക്കാമോ? അദ്ദേഹം വളരെ പെട്ടെന്ന് സമ്മതിച്ചു. പക്ഷെ ലൂയിസിന് കണ്ണ് കാണില്ല, കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. അതെനിക്കറിഞ്ഞുകൂടാ. ലൂയിസ് ആ വേദിയിലിരുന്ന ഒരാളോട് അയാളുടെ കണ്ണട കടം വാങ്ങി
അതൊന്നും ഒട്ടും ഒരു ബുദ്ധിമുട്ടി ഒരാൾ ചോദിക്കുന്നതിൽ വിഷമം അങ്ങനെയൊന്നുള്ള ആളല്ല ലൂയിസ്. ആ കണ്ണട കടം വാങ്ങി എന്നിട്ട് ഞാൻ പറയുന്നതിനൊക്കെ വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിലുള്ള വചനങ്ങൾ വായിച്ച് ആ ധ്യാനം നടന്നു. ധ്യാനശേഷം ഞാൻ ലൂയിസിനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടി. എൻ്റെ ഭാര്യയോട് പോലും ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഒരാൾ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനെക്കുറിച്ച്. എനിക്ക് സ്വന്തമായി വീടില്ല കേട്ടോ, അന്നുമില്ല ഇന്നുമില്ല. അന്നത്തെ വാടക വീടിന് ഒരു സൈഡിലൊരു മുറി ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന മുറി. ആ മുറി ഞാൻ ലൂയിസിന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലായി. അന്നത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എറണാകുളം നഗരത്തിൽ അലയുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ലൂയിസ് വന്നതോടുകൂടി ഞാൻ എറണാകുളത്ത് പോകേണ്ടതില്ല, ഭക്ഷണം കൊണ്ടുപോകുന്നത് ലൂയിസാണ്. ചന്തയിൽ പോയി മത്സ്യം വാങ്ങിക്കുന്നത് ലൂയിസാണ്. ലൂയിസിന് മത്സ്യം വെട്ടാനൊന്നും അറിയില്ല, എങ്കിലും എൻ്റെ ഭാര്യ കറി വയ്ക്കുന്നതിന് മുൻപ് വെട്ടാവുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിക്കൊടുക്കും ലൂയിസ്. എൻ്റെ കുടുംബത്തിനകത്താണ് ജീവിച്ചത്. എനിക്ക് ലൂയിസിനെ ശരിക്കറിയാം. വളരെ മോശമെന്ന് ലോകം വിധിക്കുന്നൊരു മനുഷ്യനന്ന്. ആ ലൂയിസിനെ എൻ്റെ കുടുംബം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോയത്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ ലൂയിസ് ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയെ സ്വന്തം സഹോദരിയായിട്ടാണ് ലൂയിസ് കണ്ടത്. അപ്പോൾ അദ്ദേഹം മദ്യപാനമൊക്കെ നിർത്തി വളരെ നല്ലവനെന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയിലൊക്കെ ജീവിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു പഴയ ഒരു ആഗ്രഹം ഞാൻ പറയുന്നത്, ഒരു മാസിക ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരുവിഷ്ടം മാഗസിൻ ലൂയിസിൻ്റെ കൂടെ കയ്യൊപ്പുള്ള ഒരു സൃഷ്ടിയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകൾക്കൊക്കെ ഓടി നടന്നതും അതിൻ്റെ ആദ്യത്തെ പ്രതിയൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി അധ്വാനിച്ചതും ലൂയിസാണ്. എഴുത്തിൻ്റെ മേഖലയിൽ അന്നും ഞാൻ മാറി നിൽക്കുകയാണ്, എഴുത്തൊക്കെ മാറ്റിവെച്ച് അങ്ങനെ ഒരു ലോകം വേണ്ട എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന സമയമാണ്. അന്ന് ഈ ആത്മീയ കാര്യങ്ങൾ മാത്രം എഴുതുന്നത്. ലൂയിസ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ലൂയിസ് തൻ്റെ പതിവ് വീഴ്ചകളിലേക്ക് പോയി. അതിന് കാരണക്കാരനായത് ഞാൻ തന്നെയാണ്. ഞാൻ ലൂയിസിൻ്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ലൂയിസ് വീണ്ടും മദ്യപിച്ച് കുറ്റബോധമായി. അതിനിടയ്ക്ക് ഏറ്റവും ഓർക്കാവുന്നൊരു സന്ദർഭമുള്ളത്, ഞങ്ങൾ കാലടി ശങ്കരാചാര്യ കോളേജിൽ അന്നത്തെ VC കാണാൻ പോയതാണ്. ബഹുമാനീയനാണ് അദ്ദേഹം, VC. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹവുമായി ഒന്നിച്ച് ലൂയിസ് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് ഈ പഴയ സുഹൃത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകുന്ന വലിയ സ്വാതന്ത്ര്യത്തോടെയാണ് ലൂയിസ് എന്നെ കൊണ്ടുപോയത്. VC ആയപ്പോൾ അദ്ദേഹം അത് മറന്നുപോയി. ലൂയിസ് പെട്ടെന്ന് ക്ഷുഭിതനാകുന്നയാളാണ്. തന്നോട് അപരിചിതത്വം കാണിച്ച ഈ VCയോട് വളരെ കർക്കശമായ ക്ഷോഭമാണ് ലൂയിസിനുണ്ടായത്. തിരിച്ചു വന്നിട്ടും എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏകദേശം ആ ക്ഷോഭാവസ്ഥയിലാണ് അദ്ദേഹം എന്നിൽ നിന്നും വിട്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാട്ടോ, VC ആയ മാന്യദ്ദേഹം എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ഒരു ലേഖനം എഴുതിയപ്പോലും ഞാൻ വായിച്ചിട്ടില്ല. ഒരൊറ്റ കാരണം കൊണ്ടാണ്, ആത്മവഞ്ചന ചെയ്തുകൊണ്ടാണ്. ഹൃദയത്തിൻ്റെ അംശമാകുന്നൊരു സുഹൃത്തിനെ പെരുവഴി തള്ളിക്കളയുന്ന ഒരുവനെയും, സഹഭാഗിയാകുന്ന ഒരുവനെയും തള്ളിക്കളയുന്നതിനെ പിന്നെ മാനിക്കാൻ സാധ്യമല്ല. ഒത്തിരിയേറെ പീഡനങ്ങളും വേദനകളും അനുഭവിച്ച ആളാണ് ലൂയിസ്. അതൊക്കെ മറ്റുള്ളവരുടെ കുറവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. ലൂയിസ് സാധാരണ വ്യക്തിബന്ധങ്ങളൊക്കെ മറികടന്നയാളാണ്. സാധാരണ പോലെ വ്യക്തിവിശേഷങ്ങളില്ലാത്തയാളാണ്. ബന്ധങ്ങളുടെയും സാമാന്യമായ കെട്ടുപാടുകളുടെയൊക്കെ അപ്പുറത്ത് ജീവിച്ചയാളാണ്. അയാളുടെ ഒരു കവിയെ നിങ്ങൾക്ക് 2 വരിക്കകത്തല്ല വായിക്കാൻ പറ്റുക. അദ്ദേഹത്തിന് നിഷ്കളങ്കമായ പ്രണയത്തിലാണ്. ഞാനത് അനുഭവിച്ചൊരു മനുഷ്യനാണ്. എന്നെയും ലൂയിസിന് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ ഭൗതികമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും എനിക്ക് ബോധ്യമുണ്ട് അദ്ദേഹം ക്രിസ്തുവിന് പ്രിയപ്പെട്ടയാളാണ്, എനിക്കും പ്രിയപ്പെട്ടയാളാണ്. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ലൂയിസിനെ കാണാനില്ല. ലൂയിസ് പോയതിന് ശേഷം പലയിടങ്ങളിലായി എൻ്റെ സുഹൃത്തുക്കളോട് ചെന്ന് പണം വാങ്ങിച്ചു. എൻ്റെ പേരിലാണ്. പുരോഹിതരോട് മേടിച്ചപ്പോൾ അത് എന്നോട് തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട്
ഒരു ധ്യാനം കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വീണ്ടും വരാനാണെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു പുരോഹിതൻ മേലാൽ ആരെയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചുകൂടാ എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ലൂയിസ് ഇനിയും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ലൂയിസ് ഇനിയും വന്നാൽ നമ്മൾ സ്വീകരിക്കും. ലൂയിസിന് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ലൂയിസ് എന്ന് പറയുന്നത് ലൂയിസ് പീറ്ററിനെ ഒരു വ്യക്തിയാക്കി മാറ്റി നിർത്തി നിങ്ങൾക്ക് ചിന്തിക്കാം. അതിന് പകരം നമ്മിൽ തന്നെയുള്ള നാമല്ലാത്ത ഒരാളായിട്ട് ലൂയിസിനെ കാണാൻ പറ്റണം. നമ്മിൽ തന്നെയുള്ള നാമല്ലാത്ത ഒരാൾ, സദാചാരത്തിൻ്റെ അല്ലെങ്കിൽ ലൗകിക മാനദണ്ഡങ്ങളുടെ സാംസ്കാരികതയുടെ ഒക്കെ സാധാരണ അതിർവരമ്പുകളിലൊന്നും പെടാത്ത ഒരാൾ. അങ്ങനെ ആൾ നമ്മുടെ അകത്തുമുണ്ട്. ഒരുപക്ഷെ ഒരു കാട്ടാള ഹൃദയമുള്ള ആളെന്നോ പ്രാകൃത സ്വഭാവമുള്ള ആളെന്നൊക്കെ പറയാവുന്നയാൾ. പക്ഷേ ലൂയിസ് നിഷ്കളങ്കമായി ചിരിക്കും. നിഷ്കളങ്കമായിട്ടാണ് ജീവിച്ചത്. ഞാൻ ലൂയിസിന് ഇടയ്ക്ക് പാൻറ്റും ഷർട്ടൊക്കെ ഇടിച്ച് വീണ്ടും മാന്യനാക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. അദ്ദേഹം നാടുവിട്ട് പോയല്ലോ. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്കൊക്കെ തിരിച്ചു വന്ന് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ലൈബ്രറി കൗൺസിലിൻ്റെ എറണാകുളത്തെ മേള നടക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ഖദറിൻ്റെ വെള്ള ഷർട്ടൊക്കെ ഇട്ടാണ് ലൂയിസ് വന്നത്. വളരെ ക്ഷീണിതനായിരുന്നു, പണ്ട് കണ്ടതിലും. രോഗിയായിട്ടുണ്ട്, മദ്യപാനം ഉണ്ട്, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ എന്നോട് ഒത്തിരി വിഷമമൊക്കെ പറഞ്ഞു. എന്നെ സഹോദര എന്നാണ് വിളിച്ചിരുന്നത്. ലൂയിസിനെ ഞാൻ എപ്പോഴും ലൂയിസ് എന്നാണ് വിളിച്ചത്. അത് പ്രായം നോക്കിയിട്ടൊന്നുമല്ല. ലൂയിസിനെ എനിക്കൊരു സമഭാവനയ്ക്ക് അപ്പുറത്ത് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ വേറൊരു മുഖം ഞാൻ അയാളിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. എൻ്റെ പുസ്തകമൊക്കെ വാങ്ങിച്ചു. എൻ്റെ പുസ്തകം പൈസ തന്നല്ലോ കേട്ടോ വാങ്ങിച്ച്. അതൊരവകാശം പോലെയാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കാണുന്നത് തൃപ്പൂണിത്തുറയിൽ വെച്ചാണ്. ഞാൻ വളരെയേറെ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയ ഒരു സമയത്ത് ലൂയിസ് തൃപ്പൂണിത്തുറയിൽ വെച്ച് എന്നെ കണ്ടു. എം സ്വരാജ് MLA കാണാൻ വേണ്ടി വന്നതാണ്. സ്വരാജ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന വഴിക്കാണ് എന്നെ കണ്ടുമുട്ടുന്നത്. ഞാൻ ചായയൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കുടിച്ച് എന്നിട്ട് എന്നോട് പൈസ ചോദിച്ചു. കണ്ടാൽ പൈസ ചോദിക്കും. ഞാൻ പൈസ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് വണ്ടിക്കൂലിയൊന്നും അല്ല കേട്ടോ, എനിക്ക് 2 അടിക്കാനാണ്. ഞാൻ പറഞ്ഞു, ലൂയിസ്, എനിക്ക് ലൂയിസിനോട് യാതൊരു പിണക്കവുമില്ല, വിഷമവുമില്ല. അപ്പോൾ പിന്നെ എന്നെ വന്ന് കണ്ട് വീട്ടിൽ താമസിക്കണമെന്നൊക്കെ വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇടയ്ക്ക് ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചു. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു. അദ്ദേഹം എഴുതിയ കവിത പലപ്പോഴും പാടിക്കേൽപ്പിച്ചു. എനിക്ക് മറക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരാളായിട്ടാണ് ഞാൻ ലൂയിസിനെ കാണുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത് സമ്പൂർണ്ണമായിട്ടൊന്നുമല്ല, എങ്കിലും സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്, ലൂയിസ് ഇനി ശ്രദ്ധിക്കപ്പെടും. മരണശേഷം കഴിഞ്ഞാണ് നാം ആഘോഷം തുടങ്ങുന്നത്. അയ്യപ്പൻ്റെ വിശപ്പിൽ അയ്യപ്പനെ തള്ളിക്കളഞ്ഞവർ, അതിനുശേഷം അയ്യപ്പനെ മഹാകവിയായി വാഴിച്ചത് നാം കണ്ടതാണ്. ലൂയിസ് തെരുവിലായിരുന്നു, കിടക്കാനിടമില്ലാത്തവനായിരുന്നു. അവസാന നാളുകളിൽ അമ്മയുടെ അടുത്ത് പോയി കുടുംബത്തോട് ചേരുകയും മദ്യപാനമൊക്കെ നിർത്തുകയും ചെയ്തു. ഞാൻ അതിലൊന്നുമല്ല കാര്യം കാണുന്നത്. നിർമ്മലമായ ഹൃദയമുള്ള ഒരാൾ, നിർവ്യാജമായി ചിരിക്കുന്ന ഒരാൾ, കാപട്യമില്ലാതെ ഈ ലോകത്തൂടെ ജീവിച്ചു പോകാൻ, ജീവിതത്തെ പിച്ച് കീറാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാൾ. ആ നിലയ്ക്ക് ലൂയിസ് എൻ്റെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്, ആ ചിരിക്കുന്ന മുഖവുമായി. ലൂയിസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ഞാൻ പ്രണാമം അർപ്പിക്കുന്നു.